നമസ്കാരം. ഇത് മഞ്ജു ചന്ദ്രൻ, മലയാള സിനിമയിലെ ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റാണ്. കഴിഞ്ഞ 10 വർഷമായി മലയാള സിനിമയിൽ അവസരങ്ങൾ തേടുന്ന ഒരു അഭിനേത്രി. സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ പിന്നണിയിൽ നിന്ന് മുന്നണിയിലേക്ക് വരാൻ അതിൻ്റെ പ്രൈമറി ആയിട്ട് തന്നെ ശ്രമിക്കുന്ന ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് പാസിംഗ് ഷോട്ടുകളിലൂടെ പിന്നെ ഡയലോഗുകൾ കിട്ടി അങ്ങനെ വരുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പരീക്ഷണ ഘട്ടമാണ്. 10 വർഷമായി മലയാള സിനിമയിൽ ഇത്തരം സ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരു അഭിനേത്രിയാണ് മഞ്ജു. നല്ല ക്യാരക്ടർ വേഷവും അതുപോലെയുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ സ്വപ്നം കാണുന്നു. പക്ഷേ ഇതുവരെ എത്ര ചിത്രങ്ങൾ അഭിനയിച്ചു മഞ്ജു? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ഒരു 20 സിനിമയോളം ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സ്ക്രീനിലേക്ക് വന്നിട്ടെന്ന് പറയാനായിട്ട് കുറച്ച് വിരലെണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. എന്നാലും എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഒരു ക്യാരക്ടർ റോൾ കിട്ടുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്നെപ്പോലെ തന്നെ എൻ്റെ കൂടെയുള്ള ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് പേര് ഇതിലേക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് മുൻനിരയിലേക്ക് വരാം എന്നുള്ള ആ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇതിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. ഇടുക്കി പോലെ ഒരു ഗ്രാമത്തിൽ നിന്നും മലയാള സിനിമ സ്വപ്നം കണ്ടു വന്നിരിക്കുകയാണ് മഞ്ജു. മലയാളത്തിലെ പ്രശസ്തനായ സംവിധായകൻ ജോഷി, ഷാജി കൈലാസ് തുടങ്ങിയവരുടെ ക്യാമറയ്ക്ക് മുൻപിലേക്ക് ഫ്രെയിമിലേക്ക് ഇവർ വന്നിട്ടുണ്ട്. പക്ഷേ പലതും വെളിച്ചം കണ്ടില്ല. എഡിറ്റിംഗ് ടേബിളിലൊക്കെ വെച്ച് തന്നെ മുറിഞ്ഞു പോകും എന്നുള്ള ഒരു വേദനയും ഉണ്ട്. എന്നാൽ അതിനേക്കാൾ സന്തോഷമുള്ളത് നിങ്ങൾ അഭിനയിക്കുന്നതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ നോട്ട് ചെയ്യപ്പെടാറുണ്ടോ? ചെയ്യപ്പെടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിൽ കണ്ടിട്ടുണ്ട്, ഇതിന് വന്നിട്ടുണ്ടോ, സിനിമ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ സീരിയൽ ചെയ്യാറുണ്ടോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതിലും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ഒരു സിനിമയുടെ ടി വിയിലൊരു പടം കണ്ടുകൊണ്ടിരുന്ന ഒരു കുട്ടി വന്നിട്ട് ആൻറ്റി അല്ലേ അതിൻ്റെ അകത്ത് കാണുന്നതെന്ന് എന്നോട് വന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള. അല്ല, നിങ്ങൾ പ്രശസ്തരായ നടന്മാരോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ അത് നിങ്ങൾ ആരുടെ കൂടെയാണ്? ഞാൻ ഫഹദ് ഫാസിലിൻ്റെ കൂടെ പാച്ചും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ ഒരു അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഭാഗത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആ സ്ക്രീനിൽ ശരിക്കും കാണുന്നുണ്ടത്. അതുപോലെ CBI 5-ൻ്റെ അകത്ത് സായികുമാർ സാറിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു സീനുണ്ട്. അങ്ങനെ 1-2 സിനിമയിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തിട്ട് നമ്മളതിൽ നിന്ന് ഈ എഡിറ്റിങ്ങിൽ വന്ന് കട്ടായിപ്പോയ ഒരുപാട് സിനിമകളും ഉണ്ട്. അങ്ങനെ എനിക്ക് മാത്രമല്ല നമ്മളുടെ കൂടെയുള്ള ഒരുപാട് പേർക്കും അങ്ങനെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ ഇവർക്കൊരു പാഷനാണ്. അപ്പോൾ ആ സിനിമയിൽ എപ്പോഴെങ്കിലും ഭാഗ്യം കൊണ്ടുവരുമെന്നുള്ള സ്വപ്നമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ ഇവർ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അതായത് എന്താണ് അത് പറഞ്ഞേ? ഈ സിനിമ ഈ ഹരിവരാസൻ എന്ന സിനിമയിൽ ഒന്ന് മുഖം കാണിക്കുക അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരിക, ഒന്ന് അതിൻ്റെ അകത്തൊന്ന് കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിൽ പോലും അതിലൊന്ന് വരണം എന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. 2-3 പ്രാവശ്യം വിളിച്ചു. പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല. അത്ര ദൂരെ നിന്ന് ഇവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഇതുപോലെ ഇപ്പം ഇന്നലെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്നപോലെ ഇതുണ്ട്, വരാൻ പറ്റുമോ, പോരുമോ എന്ന് ചോദിച്ചപ്പം അന്നേരം തന്നെ ഞാൻ ദൂരവും നോക്കിയില്ല, നമുക്ക് എത്ര രൂപയാകുന്ന വണ്ടിക്കൂലിയാണോ ഒന്നും നോക്കിയില്ല. ഇതിലേക്ക് വരിക എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ ദൂരവും ഇതൊന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ. എന്തുകൊണ്ടാണ് ആ സിനിമയുടെ പ്രത്യേകത വല്ലതും ഉണ്ടോ? അത് നമ്മൾ അയ്യപ്പൻ്റെ ഇതിലായിട്ട് ചെയ്യുന്നതാണല്ലോ, ശബരിമല സീസൺ ആ ഒരു ഇതിലായി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ വന്നപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാകുമ്പം അങ്ങനെ ഒരു ഭക്തിമാർഗമായൊരു ഫിലിം ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മളും അതിലൊരു ആളാവുക എന്ന് പറയുമ്പം ഞാനും അതിൻ്റെ തൊണ്ടായിരുന്നു. ഉണ്ടോ ഇല്ലയോ എന്ന് വരുമ്പോൾ നമുക്കറിയില്ല. പക്ഷേ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാലോ. അല്ല, മഞ്ജു പറയുന്നത് ഇപ്പോൾ ഹരിവരാസനത്തിൽ അഭിനയിക്കാൻ വന്നത് ഒരാഗ്രഹം. അതുപോലെ തന്നെ അവർ പറയുന്നത് ന്യൂജൻ സിനിമകളിൽ ഇപ്പോൾ മുഖ സൗന്ദര്യമോ നിറമോ വെളുപ്പോ ഒന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും അല്ല ഇപ്പോൾ വേണ്ടത്.
ഇപ്പോൾ വേണ്ടത് അങ്ങനെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന പോലുള്ള കഥാപാത്രങ്ങളും അതുപോലുള്ള പ്രത്യേകിച്ച് ഒരു പണ്ടത്തെ ഒരു രീതിയല്ല. ഇപ്പോൾ സിനിമയ്ക്ക് ഒരു സൗന്ദര്യം സങ്കല്പം അത് മാറിയിരിക്കുന്നു. അപ്പോൾ അത്തരം സൗന്ദര്യ സങ്കല്പങ്ങളൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ഇപ്പോൾ ആ വെളുത്തു തുടുത്തിരിക്കുന്ന സൗന്ദര്യ സങ്കല്പം വേണ്ട എന്നാണ് മഞ്ജു പറയുന്നത്. ഇപ്പം ശരിക്കും അത് കൂടുതലും ഇപ്പോൾ വരുന്ന പുതിയ സിനിമകളിലെല്ലാം അവർക്ക് വേണ്ടത് ഇരുനിറമുള്ള അല്ലെങ്കിൽ കറുത്ത അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷേ പണ്ട് അവരെ മാറ്റി നിർത്തിയിരുന്നായിരുന്നു. അവർ വെളുത്ത ആൾക്കാർ വേണം, അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്നവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നം ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നത് അവർക്കാണ്. അതും നമുക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്ത് തന്നെയായാലും തടസ്സങ്ങൾക്ക് മുമ്പിലും അവർ ഈ സ്വപ്നത്തിലേക്ക് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് എല്ലാ ഭാവുകങ്ങളും.